പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പലരും എന്നോട് ചോദിച്ചൊരു സംശയം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ സാരി ബ്ലൗസിൻ്റെ ക്രോസ് കട്ടിങ്ങും സ്ട്രെയിറ്റ് കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അപ്പം അത് തുണി എടുക്കുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും എടുക്കണം എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന് പ്രത്യേകം ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ തുടക്കക്കാരായിരിക്കും ഇത് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു. എപ്പോഴും ബ്ലൗസ് ഏറ്റവും പെർഫെക്ഷൻ കിട്ടുന്നത് നമുക്ക് ക്രോസ് കട്ടിങ്ങിലാണ്. ഈ ക്രോസ് കട്ടിങ് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് കപ്പ് സൈസ് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കി വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ക്രോസ് കട്ടിങ് ആണെങ്കിലും ഒരു പക്ഷേ നമുക്ക് സാരി വിത്ത് വരുന്ന സമയത്ത് നമുക്കത് ക്രോസ് കട്ടിങ് ചില തുണികളിൽ കിട്ടാൻ സാധ്യതയില്ല. അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് കട്ടിങ്ങിൻ്റെ ഒരു ബാക്ക് പീസ് നമുക്ക് വെട്ടാം. ബാക്ക് പീസ് നമ്മൾ തുണി നമുക്കുണ്ട്, ബാക്ക് ഡാർട്ടും ഇല്ലെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങനെ കൊടുക്കാം. 1.5 ഇഞ്ച് കൊടുത്തിട്ട് ബാക്ക് പീസ് നമ്മൾ 14 ഇഞ്ച് അടക്കം ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യണം. 14 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ കൊടുത്തു. ഇനി നമുക്ക് 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കും. ഇതൊരു ഡെമോ കട്ടിങ് ആയതുകൊണ്ട് നമ്മൾ കൈക്കുഴിയും 6 കൊടുത്തു, ഷോൾഡറും നമ്മൾ 6 കൊടുത്തു. ഇത്രയും കൊടുത്തിട്ട് നോർമലി നമ്മൾ 2.5 ഇഞ്ച് ബാക്ക് നെക്ക് കൊടുത്തു. ബാക്ക് നെക്കിൻ്റെ താഴ്ച എത്രയാണ്? നമ്മൾ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 9 ഇഞ്ച് കൊടുക്കുമ്പോൾ ക്രോസ് കട്ടിങ്ങും കൂടെ ആണെങ്കിൽ നമ്മൾ ഷോൾഡർ മാറ്റം വരുത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. പിന്നെ ബാക്ക് നെക്ക് നമ്മൾ സ്ക്വയർ വരച്ചതിന് ശേഷം നല്ല റൗണ്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗം, അതായത് സ്ക്വയറിൻ്റെ ഈ വരുന്ന ഭാഗം 1/2 ഇഞ്ച് കൂടുതൽ കൂടാൻ പാടില്ല. ഇത്രയും മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് 1/2 ഇഞ്ച് സ്കെയിൽ താത്തിട്ട് ഇങ്ങനെ സ്കെയിൽ വെക്കണം. മറന്നു പോകല്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് പിടിച്ച് നോക്കണം. ഇതിൽ നിന്നും എത്ര ഇഞ്ച് ബാക്ക് നെക്ക് താത്തിട്ടുണ്ട് പ്രത്യേകം നോക്കണം. എന്നിട്ട് 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കണം. ഈ കൈക്കുഴിയുടെ അവിടുന്ന് 1/2 ഇഞ്ച് താത്ത് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ അവിടുന്ന് ടേപ്പ് ഇങ്ങനെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഈ ഒരു താഴ്ച എത്ര ഇഞ്ച് വന്നു എന്ന് നോക്കണം. അതിൽ നിന്നും നമ്മൾ 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് ഷോൾഡർ കുറച്ച് കൊടുക്കണം. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന 2.5 ഇഞ്ചാണ്. അല്പം മിനിമം നമ്മൾ 1/2 ഇഞ്ചും 1 പോയിൻറ്റും ഷോൾഡർ ഇവിടെ കുറയ്ക്കണം. ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ നോർമലി ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ മാർക്ക് കൈക്കുഴിയുടെ ഇടം വരെ പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൈക്കുഴിയുടെ സെൻറ്റർ നോക്കുക. നമ്മളിപ്പോൾ 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് താത്ത് ക്രോസിൽ പിടിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഷോൾഡർ കുറഞ്ഞ് കിട്ടും. ഇവിടെ നിന്ന് ഷേപ്പും കൊടുക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 36ൻ്റെ കൂടെ നമ്മൾ 4ഉം കൂടെ ചേർത്ത് 40 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 32 വേസ്റ്റ് കൊടുക്കുന്നു. 8 ഇഞ്ച് 4 മാർക്ക് ചെയ്യണം. ഇത് തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യും. ഇവിടെ ഇങ്ങനെ തന്നെ നോർമൽ. ഇനി നമ്മൾ ചെയ്യുന്നത് 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് കൊടുക്കണം. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്കെച്ച് ക്ലിയർ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ 1.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് മാർക്ക്. ഇങ്ങനെ ഒരു മാർക്ക് നമ്മൾ കൊടുക്കും. ഇനി വളരെ പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, ഫ്രണ്ട് ക്രോസ് ആയതുകൊണ്ട് നമ്മൾ ബാക്ക് പീസിൽ 1/2 ഇഞ്ച് ലൂസ് കുറച്ച് കൊടുക്കണം. അതെങ്ങനെ കുറയ്ക്കണം? ഇങ്ങനൊരു
കാരണം ഫ്രണ്ട് പീസ് ക്രോസ് ആയതുകൊണ്ട് ഫ്രണ്ട് 1/2 ഇഞ്ച് വലിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്ക് പീസ് 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ ഫ്രണ്ട് പീസ് കുറച്ചും കൂടെ വലിഞ്ഞ് നിൽക്കും. ആ വലിഞ്ഞ് നിൽക്കുമ്പോൾ ബ്ലൗസ് കാണാൻ ഒന്നും കൂടെ നമുക്ക് വൃത്തിയാകും. അപ്പോൾ പ്രത്യേകം ഓർത്തോണം, മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കാൻ. ഇത് ഓൾറെഡി ഇങ്ങനെ കിടന്നോട്ടെ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കണം. അപ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. പ്രത്യേകം ഓർക്കണം. ഒന്ന്, നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് തള്ളിപ്പിടിച്ചു, ഫ്രണ്ട് ക്രോസ് ആയതുകൊണ്ട്. രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് 1/2 ഇഞ്ച് ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് നെക്ക് മാർക്ക് ചെയ്ത് കുറച്ചതിന് ശേഷം നമ്മൾ ഈ കുറവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് നെക്കിൻ്റെ ഷോൾഡർ കുറച്ചു. ഇത്രയുമാണ് നമ്മൾ ഏകദേശം ക്രോസ് കട്ടിംഗ് ഉള്ള ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പീസിൻ്റെ സ്കെച്ചാണിത്. 36 ഇഞ്ച് വണ്ണത്തിൻ്റെ അനുപാതത്തിലും 32 ഇഞ്ച് വേസ്റ്റിൻ്റെ അനുപാതത്തിലുമാണ് നമ്മൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്കും കൂടെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്യാം. ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ക്രോസ് പീസിൻ്റെതാണ് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചത്. അര ഇഞ്ച് നമ്മൾ സൈഡ് കൂടുതലിട്ടു, പക്ഷെ എങ്കിലും അത് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് 1.25 ഇഞ്ച് തുമ്പ് മിനിമം തന്നെ കൊടുത്താണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി നമ്മൾ ക്രോസ് പീസിനായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇത് 60 ഇഞ്ച് വീതിയാണ്. 36 ഇഞ്ച് വീതിയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുക. ഇല്ലെങ്കിൽ ഈ സൈഡിലോട്ടാണെങ്കിലും ടേൽ പീസിൻ്റെ ഇടുക. അപ്പോൾ എത്രത്തോളം ക്രോസ് കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ തന്നെ നമ്മൾ കൈക്കുഴിയുടെ ഭാഗം തേര് പീസിൻ്റെ അവിടെ വരുന്നത് പോലെ നോർമലായിട്ട് ഇങ്ങനെ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രോസ് പീസ് നല്ല ക്രോസ് കിട്ടാനുള്ള സാധ്യത ഇങ്ങനെയാണ്. പ്രത്യേകം നോക്കുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ പീസിൽ നിന്നും 1/4 ഇഞ്ച് മാറ്റം വരുത്തി, പ്രത്യേകം ഓർത്തോണം, 1/4 ഇഞ്ച് മാറ്റം വരുത്തിയാണ് വെട്ടുന്നത്. ഇതെങ്ങനെ ഇനി ഒരു കാര്യം, നമ്മൾ ഇവിടെ തുണി കൂടുതലുള്ളതുകൊണ്ട് ഹെമ്മിങ്ങിന് ബാക്കിന് ഡാട്ടും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകം ഓർക്കണം. നമുക്ക് തുണി കൂടുതലുള്ളത് കൊണ്ടും ബാക്ക് ഡാക്ട് ഇല്ലാത്തതുകൊണ്ട് 1.5 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ ബാക്ക് പീസ് ഇവിടെ വെട്ടിയിരിക്കുന്നത്. ഹെമ്മിങ്ങിന് മടക്കാൻ വേറെ തുണി കൊടുക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. അത് പ്രത്യേകം നിങ്ങൾ മറന്നു പോകാതെ ഓർക്കണം. ഇവിടെ 1/2 ഇഞ്ച് കൊടുത്തിട്ട് ആ 1/2 ഇഞ്ചിൻ്റെ താഴെ വെട്ടിയാൽ ഈ സൈഡ് നമുക്ക് ബെൽറ്റ് പീസ് വെക്കുമ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇത്രയും മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഫ്രണ്ട് പീസാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, 2.5 ഇഞ്ച് ബാക്ക് നെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2.25 നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് പ്രത്യേകം അളന്ന് നോക്കണം. ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് 6 ഇഞ്ച് ഫ്രണ്ട് നെക്കാണ് വേണ്ടത്. അപ്പോൾ 5.25 ഇവിടെ ഇങ്ങനെ സ്ക്വയർ മാർക്ക് ചെയ്തു. സ്ക്വയർ മാർക്ക് ചെയ്ത് നല്ല റൗണ്ടിൽ ഫ്രണ്ട് പീസ് കൊടുക്കണം. ക്രോസാണ്, അതുകൊണ്ട് നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ മാർക്കിൽ നിന്ന് 3.5 ഇഞ്ച് തള്ളിയിട്ട് 3.5 ഇഞ്ച് തള്ളിയിട്ട് ഈ റിഗാളിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് കൊടുക്കണം, ക്രോസ് കട്ടിങ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബെൽറ്റ് പീസാണ്. 4.25 ഇഞ്ചിൽ ഒരു സ്ക്വയർ വരയ്ക്കണം ആദ്യം. ഇങ്ങനെ സ്ക്വയർ. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ക്ലിയർ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നു. എവിടുന്ന് കട്ട് ചെയ്യുന്നു? ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കാരണം ബെൽറ്റ് ക്രോസ് ആണ്. ഫ്രണ്ട് പീസും ഇങ്ങനെ കട്ട് ചെയ്തിട്ട്
സെയിം ക്രോസ് തന്നെ ഷോൾഡറിൽ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുത്തണം. ബെൽറ്റ് ഒരു കാരണവശാലും വെട്ടരുത്. ഇങ്ങനെ തന്നെ ഇത് നിൽക്കണം. ഇനി നമ്മൾ ബാക്ക് പീസ് എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ട് ഇത് ക്രോസ് ആയതുകൊണ്ട് ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 1/2 ഇഞ്ച് നെക്കിൻ്റെ ഇവിടെ നിന്നും 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും 2 വരെ വരച്ചിട്ട് ഇതുപോലെ ഈ 1 ഇഞ്ച് വീതിയുള്ള ടേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 9.5 മെയിൻ ഡാട്ട് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ തന്നെ ഒരു വര താഴെ വരെ വരച്ചിട്ട് 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ബെൽറ്റ് പീസ് ഒരു കാരണവശാലും നമ്മൾ വെട്ടുന്നില്ല. ഇത് 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുത്തു. 32 ഇഞ്ചിൻ്റെ 4/1 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ശരിക്കും ഇങ്ങനെ ക്രോസ് വരച്ചു. 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കട്ട് പീസിലാണ് ബെൽറ്റ് പീസ് വെട്ടിയെടുക്കുന്നത്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒരു കട്ട് പീസിലേ ഉള്ളൂ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കാവുള്ളൂ. അതെങ്ങനെ വെട്ടിയെടുക്കണം? അപ്പം ബ്ലൗസ് പീസ് വെട്ടുമ്പോൾ നമുക്കിങ്ങനെ കട്ട് പീസ് വരും. ഇതിങ്ങനെ ഇതിനോടൊപ്പം ഇടുന്നു. അപ്പോൾ ഇട്ടിട്ട് സ്കെച്ചിങ് നമുക്ക് സെയിം തുണി വെട്ടാം. ഇനി അതല്ല ഒരു കട്ട് പീസ് നമുക്കുള്ളതുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇങ്ങനെ വെട്ടിയിട്ട് നോർമലി ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ്. ഓൾറെഡി ബെൽറ്റ് പീസ് നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് അതിലും നമുക്ക് ഇതുപോലെ സ്കെച്ച് വേണേ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് സ്ട്രെയിറ്റിൽ തന്നെ വെട്ടിയെടുത്തു. കണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വന്നു. പിന്നെ നമ്മൾ ഇവിടെ ഫ്രണ്ടിനൊക്കെ ക്രോസ് ആയതുകൊണ്ട് വരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു 4 ഇഞ്ച് ഈ ഭാഗത്ത് നമ്മൾ എടുത്ത് വിടുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ എടുത്തു വിടണം. അപ്പം നമുക്ക് ഏതായി? ബാക്ക് പീസായി, ബെൽറ്റ് പീസായി. ഇനി നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തു. ബെൽറ്റ് പീസ് വെട്ടിയിട്ടില്ല. നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങോട്ട് കൈനീളം കൂടുതലുണ്ടെങ്കിൽ കൈനീളം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 3/4 ഇഞ്ച് ഈ ഭാഗത്തെടുക്കുന്നു. ഈ ഭാഗത്തെടുത്ത് 3/4 ഇഞ്ച് ഈ ഭാഗത്തും എടുക്കുന്നു. എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്ക് വെട്ടാം. വെട്ടുമ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ഈ ബാക്കി പീസ് നമുക്ക് കൈക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം 3.5 ഇഞ്ചാണ്. 1.25 ഇവിടെ മാർക്ക് ചെയ്തു. 1.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് മെയിൻ ഡാട്ട് അപ്പോൾ അത്രത്തോളം തുണി നമുക്ക് അവിടെ കൈ വെട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്രണ്ട് ക്രോസ് ആണെങ്കിലും 4 ഇഞ്ച് ഇവിടെ എടുത്ത് കളയുന്നുണ്ട്. എടുത്ത് കളഞ്ഞു. ഈ ഡാട്ടിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി 1/2 ഇഞ്ച് കയറ്റി നമ്മൾ സൈഡ് സെൻട്രൽ ഡാട്ട് കൊടുക്കുന്നു. 1.25 ഇഞ്ച് ഇവിടെ താഴ്ത്തിട്ട് 1/2 ഇഞ്ച് സെൻട്രൽ ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നപോലെ ഈ ഭാഗത്ത് ഇവിടം കൊണ്ട് നിൽക്കുന്നത് പോലെ ഫ്രണ്ട് പീസ് കുഴിച്ച് വെക്കണം. ഇങ്ങനെ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കത്രിക എടുത്ത് വെട്ടാൻ പാടില്ല. ആ വെട്ടുന്ന വിധത്തിൽ തന്നെ നമ്മൾ വെട്ടിവിടും. ഇങ്ങനെ കത്രിക മേളിലോട്ട് എടുക്കുകയേ ചെയ്യും. കറക്റ്റാകും. ഇവിടെ നമ്മൾ ഈ ഡാട്ടിൽ നിന്നും 1.5 ഇഞ്ച് മാറ്റം വരുത്തി കൈക്കുഴി ഡാട്ടും മാർക്ക് ചെയ്യുന്നു. ഏകദേശം നമുക്ക് ഫ്രണ്ടിൻ്റെ ഒരു കണക്കായിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ഫ്രണ്ട് വെട്ടുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൂടാതെ തന്നെ വേറെ വീഡിയോ ഞാൻ ക്രോസിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്, തുണി ലാഭം വരാനൊക്കെ വേണ്ടി.
അപ്പം ബാക്ക് പീസും ക്രോസ് പീസ് വെട്ടേണ്ട ഫ്രണ്ടും ബെൽറ്റ് ക്രോസ് പീസിന് എടുക്കുന്ന വിധവും നിങ്ങൾക്ക് കാണിച്ചു തന്നു. കൈയുടെ കാര്യം പല വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയാൽ നിങ്ങൾക്കും അതൊരു താമസം വരും. അപ്പം ഈ രീതിയിൽ ക്രോസ് പീസ് വെട്ടിയെടുക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.